ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് സാധാരണ മെഷീനുള്ളവർക്ക് എങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യാം, സാധാരണ മെഷീൻ വെച്ചിട്ട് എങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഏത് സൈഡിലാണോ ഇൻ്റർലോക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സാധാരണ ഒരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുക. നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൂട്ടിലിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ അതായത് സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ മുമ്പോട്ടും ബാക്കോട്ടേക്കും ആയിട്ട് ഇങ്ങനെ തുണി മാത്രം ചലിപ്പിച്ച് കൊടുക്കുക. മുമ്പോട്ടും ബാക്കോട്ടേക്കും ആയിട്ട് തുണി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. പതിയെ ചെയ്യുക. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സ്പീഡിൽ, ഞാൻ ഒരുപാട് ടൈം വേണ്ടാന്ന് വെച്ചിട്ട് സ്പീഡിലാക്കിയതുകൊണ്ടാണ്, ഫോർവേഡ് അടിച്ചതുകൊണ്ടാണ്. നിങ്ങൾ പതിയെ ചെയ്യുക. ആദ്യം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നല്ല തുണിയിൽ ചെയ്ത് നോക്കുക. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ അവസാനം വരെ കണ്ടിന്യൂ ചെയ്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് സാധാരണ മെഷീനുള്ളവർക്കും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാണിച്ചു തരാം. സ്പ്ലിറ്റ് ചെയ്യില്ല, അതങ്ങനെ തന്നെ നിൽക്കും. തുണി പുറത്തേക്ക് വരുമോ, നാര് പോലെ വരുമോ ഒന്നും ചെയ്യില്ല, അതുപോലെ തന്നെ നിന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ നാര് പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതുണ്ടാവില്ല.